ഞങ്ങളുടെ അച്ചാച്ചൻ്റെ ഈ സ്വർഗയാത്ര കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു പെരുന്നാളാക്കി മാറ്റി. ഈ നാടിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആഴവും അർത്ഥവും അനുഭവിപ്പിക്കുവാൻ തമ്പുരാൻ അവസരമൊരുക്കിയതിന് തമ്പുരാന് ആദ്യമായി നന്ദി പറയുകയാണ്. അച്ചാച്ചൻ വീട്ടിൽ മൃതശരീരമായി മടങ്ങിയെത്തിയ സമയം മുതൽ 4 പിതാക്കന്മാർ കത്തോലിക്ക സഭയെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ ഈ വീട്ടിൽ വരികയും അച്ചാച്ചനുള്ള സ്നേഹാദരങ്ങൾ പ്രാർത്ഥനാപൂർവ്വം പ്രകടിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ഈ ദേവാലയത്തിൽ കോതമംഗലം പിതാവ് ഞങ്ങൾ അംഗമായിരിക്കുന്ന മൂവാറ്റുപുഴ കാർമൽ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഹൗസ് ഇരിക്കുന്ന കോതമംഗലം രൂപതയുടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് കോതമംഗലത്ത് നിന്ന് ഈ സമാപന ശുശ്രൂഷയിൽ നേതൃത്വം നൽകാൻ ഇവിടെ എത്തി നല്ല വാക്കുകൾ നൽകി ഞങ്ങളെയും നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിച്ചു, പ്രചോദിപ്പിച്ചു. വീട്ടിൽ നിന്ന് അച്ചാച്ചനെ യാത്രയാക്കാൻ വന്നത് ഇടുക്കി ഞങ്ങളുടെ മാതൃരൂപതയായ ഇടുക്കി രൂപതയുടെ പിതാവും തലവനുമായ അഭിമന്യ ജോൺ നെല്ലിക്കുന്നേൽ പിതാവ്. അച്ചാച്ചന് നൽകാവുന്ന ഏറ്റവും ഉന്നതമായ വാക്കുകൾ കൊണ്ട് അച്ചാച്ചനെ ആദരിച്ചു, കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു, നിത്യശാന്തിക്കായി പ്രാർത്ഥിച്ചു. അതിന് തൊട്ടു മുമ്പ് ഞങ്ങളുടെ എല്ലാം പ്രിയ സ്നേഹിതരും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പിതാവും തലവനുമായ ജോസ് പുളിക്കൽ പിതാവ് ഭവനത്തിലെത്തി സുദീർഘമായ സന്ദേശം നൽകി പ്രാർത്ഥിച്ചു. രാവിലെ മലങ്കര മൂവാറ്റുപുഴ മലങ്കര രൂപതയുടെ അഭിമന്യ പിതാവ് ഇഹാനോൻ മാർ തെയോഡോഷ്യസ് പിതാവ് വീട്ടിലെത്തി അച്ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗയാത്രയ്ക്ക് അച്ചാച്ചനെ ഒരുക്കുകയും ചെയ്തു. ഈ 4 പിതാക്കന്മാർക്ക് അവരുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഈ എളിയ ഗ്രാമം കത്തോലിക്ക സഭയിലും ക്രൈസ്തവ വിശ്വാസത്തിലും കഴിയുന്നവർക്ക് നൽകിയ അഭിമാനത്തെ ഓർത്ത്, അച്ചാച്ചനോട് നൽകിയ ആദരവോർത്ത് 4 പിതാക്കന്മാർക്ക് ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരുടെയും പേരിൽ. ഞങ്ങൾ അംഗങ്ങളായിരിക്കുന്ന CMI സന്യാസ സഭയുടെ ജനറൽ കൗൺസിലിൽ നിന്ന് പ്രിയപ്പെട്ട അച്ഛന്മാരെ കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ആദ്യം എൻ്റെ നേതൃത്വത്തിലുള്ള കാർമൽ പ്രവിശ്യയിലെ ഞങ്ങളുടെ വൈദിക സഹോദരങ്ങൾ, ഞങ്ങളുടെ കൗൺസിൽ അച്ഛന്മാർ ഉൾപ്പെടെയുള്ള സ്നേഹിതരായി എല്ലാ വൈദികർക്കും വിവിധ കോൺഗ്രിഗേഷനിലെയും ഇടുക്കി രൂപതയിലെയും കാഞ്ഞിരപ്പള്ളി രൂപതയിലെയും മറ്റ് രൂപതകളിൽ നിന്ന് വന്നിരിക്കുന്ന വൈദിക സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജനറാളച്ചന്മാർക്ക് ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുകയാണ്. ഞങ്ങളോട് വളരെ വ്യക്തിപരമായ അടുപ്പവും സ്നേഹവുമുള്ള നമ്മുടെ സഭയുടെ തലവനും പിതാവുമായിരുന്ന കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവ് ഞങ്ങളെ വ്യക്തിപരമായി വിളിക്കുകയും അച്ചാച്ചൻ്റെ മരണത്തിൽ ആശ്വസിപ്പിക്കുകയും ചെയ്തു. പിതാവിൻ്റെ സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ട വികാരിയച്ഛൻ ഇവിടെ നമ്മെ അറിയിക്കുകയും ചെയ്തു. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവും തലശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പളാനി പിതാവും നേരിട്ട് വിളിച്ച് അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചതിന് നന്ദി പറയുകയാണ്. ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന വിവിധ സന്യാസ സമൂഹങ്ങളുടെ അംഗങ്ങൾ വലിയ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ സാക്ഷ്യമായി മാറുകയും ഒന്നാമതായി ഞങ്ങളുടെ പെങ്ങൾ അംഗമായിരിക്കുന്ന സാധു സേവന സഭയുടെ ജനറൽ കൗൺസിലേഴ്സും സഭാംഗങ്ങളും എൻ്റെ പെങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കാൻ കഴിയുന്നതിന് നന്ദി പറയുകയാണ്. സമർപ്പിതരുടെ ഓർമ്മയിൽ 2 സ്ഥാപനങ്ങളെ ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഒന്നാമതായി കോട്ടയം മെഡിക്കൽ സെൻ്റർ തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കോട്ടയം മെഡിക്കൽ സെൻ്ററാണ്
അച്ചാച്ചൻ്റെ ചികിത്സയുടെ വലിയൊരു ഭാഗം നിർവഹിച്ചത്. മെഡിക്കൽ സെൻ്ററിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള സിസ്റ്റേഴ്സ് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അച്ചാച്ചനെ ഏറ്റവും സ്നേഹത്തോടുകൂടി പരിചരിച്ച 2 സഹോദരി സാന്നിധ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഒന്ന് തിരുഹൃദയ നേഴ്സിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ആലീസമ്മയാണ്, വൈസ് പ്രിൻസിപ്പൽ ജെസിലിൻ സിസ്റ്റർ. 2 പേരും അച്ചാച്ചൻ്റെ ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. 2ാമത്തെ സ്ഥാപനം ഞങ്ങളുടെ 2ാമത്തെ വീട് പോലെ ഞങ്ങൾ അനുഭവിക്കുന്ന മുരിക്കാശ്ശേരി അൽഫോൻസ ഹോസ്പിറ്റലാണ്. അൽഫോൻസ ഹോസ്പിറ്റലിൽ അച്ചാച്ചന് ചികിത്സ ലഭിക്കാൻ വേണ്ടി കഴിഞ്ഞ 2.5 വർഷമായി ഞങ്ങൾ മുരിക്കാശ്ശേരിയിലേക്ക് താമസം മാറ്റി. അവിടെ അച്ചാച്ചനെ ഞങ്ങളൊരു വാടക വീട്ടിൽ താമസിപ്പിച്ചവരെല്ലാവരും, എൻ്റെ അനിയനും കുടുംബങ്ങളെല്ലാവരും ഒരുമിച്ച് മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിൽ നിന്നാണ് അച്ചാച്ചന് ഏറ്റവും ആവശ്യ സമയത്ത് സഹായങ്ങൾ ലഭിച്ചത്. പ്രിയപ്പെട്ട മാത്യു ഡോക്ടറിൻ്റെ ഞങ്ങളുടെ കുടുംബാംഗം പോലെയായി മാറിയ അദ്ദേഹത്തിൻ്റെ സ്നേഹാന്തരമായ പരിചരണത്തെ നന്ദിയോടെ ഓർക്കുമ്പോഴും ആദ്യകാലത്തിലെയും പ്രിയപ്പെട്ട FCC സിസ്റ്റേഴ്സിൻ്റെ എല്ലാവരുടെയും, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാ സഹോദരിമാരും ഞങ്ങളുടെ വീട്ടിലെ അംഗങ്ങളാണ് അവരെല്ലാവരും അച്ചാച്ചൻ്റെ അവസാന സമയത്തെ ശുശ്രൂഷയിൽ ഈ FCC സമൂഹത്തിലെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ റാണി മരിയ, ഞങ്ങളുടെ ആൻറ്റിയും പ്രിയപ്പെട്ട ജയിനിയമ്മയും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ എല്ലാ FCC സഹോദരങ്ങളെയും ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഇന്നിവിടെ സന്നിഹിതരായ വിവിധ സന്യാസ സമൂഹങ്ങളുടെ പ്രൊവിൻഷ്യൽസ് ഉണ്ട്, ജനറൽസ് ഉണ്ട്, ജനറൽ കൗൺസിലേഴ്സ് ഉണ്ട്. ആരുടെയും പേര് പറയാതെ ഞങ്ങൾ പ്രവർത്തിക്കുന്ന വിവിധ മേഖലകളിൽ നിന്ന് ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതിയും അച്ചാച്ചനോടുള്ള യാതൊരുവിനെ പ്രതിയും ഇവിടെ എത്തിയ എല്ലാ സമർപ്പിത കൂട്ടായ്മയ്ക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി പറയുകയാണ്. റോബിയച്ചനും ഞാനും നേതൃത്വം നൽകുന്ന വിവിധ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ, റോബിയച്ചൻ്റെ ചാവറ കൾച്ചറൽ സെൻ്റർ എറണാകുളത്തും ഡൽഹിയിലുമുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ വൈദികരും സഹപ്രവർത്തകരും സമർപ്പിതരും, അദ്ദേഹം നേതൃത്വം നൽകുന്ന ഇൻസ്പയർ എന്ന HIV എയ്ഡ്സ് ബാധിതരായ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന സംഘടിത സംവിധാനങ്ങളിൽ കൂടി എത്തിയതാണ്. അപ്പോൾ അദ്ദേഹം ജനറൽ സെക്രട്ടറി ജനറലായി സേവനമർപ്പിക്കുന്ന WFIRC എന്ന് പറയുന്ന സംഘടനയുടെ ലോകമതാന്തര സംഘടനയുടെ പ്രതിനിധികൾ, വിവിധ മത നേതാക്കൾ, പ്രതിനിധികൾ, അവരെല്ലാവർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അപ്പം എൻ്റെ ദീപിക കുടുംബത്തെ ഞാൻ നന്ദിയോടെ ഇവിടെ ഓർക്കുകയാണ്. എൻ്റെ ദീപിക കുടുംബത്തിൽ നിന്ന് വരാവുന്ന എല്ലാവരും ഇവിടെ എത്തി. ദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ, ദീപികയുടെ ചീഫ് എഡിറ്റർ, ദീപികയുടെ ചീഫ് കോർഡിനേറ്റിംഗ് ഓഫീസർ ആയ പ്രിയപ്പെട്ട ജിനോ, പിന്നെ ദർശനമാണ് നമുക്കിന്ന് സന്ദേശം, മനോഹരമായ അർത്ഥപൂർണമായ സന്ദേശം നൽകിയത്. ഒപ്പം ഞങ്ങളുടെ സഹപ്രവർത്തകരായ പ്രിയപ്പെട്ട സർക്കുലേഷൻ ജനറൽ മാധുര്യത്തിനച്ഛൻ, ദീപികയുടെ HOD മുഴുവൻ, അങ്ങനെ ദീപിക കുടുംബം ഒന്നാകെ ഇവിടെ എത്തി. ഞാൻ കഴിഞ്ഞ 24 വർഷമായി നേതൃത്വം നൽകുവാൻ സഭയെ ഏൽപ്പിച്ച ദീപിക ബാലസിംഗത്തിൻ്റെ എല്ലാ ജില്ലകളിലുമുള്ള കോർഡിനേറ്റേഴ്സും സഹപ്രവർത്തകരും, എൻ്റെ പ്രിയപ്പെട്ട സഹകാരികളെല്ലാവരും, കുഞ്ഞുമക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തി. ഞാൻ സംസ്ഥാന ഡയറക്ടറായിരിക്കുന്ന ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ വിവിധ രൂപതകളിൽ നിന്നുള്ള ഡയറക്ടർമാർ, ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, രൂപതാ ഭാരവാഹികൾ എല്ലാവരും ഇവിടെ എത്തി. എൻ്റെ മറ്റൊരു പ്രവർത്തന മേഖലയായ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ വിവിധ ജില്ലകളുടെ കോർഡിനേറ്റേഴ്സ്, സംസ്ഥാന ഭാരവാഹികൾ എല്ലാവരും ഇവിടെ എത്തി. സിസ്റ്റേഴ്സ് ധാരാളം പേർ ഇതിനെ പ്രതീക്ഷാഭവൻ തൊടുപുഴയിൽ നിന്ന് ഒട്ടേറെ ഭിന്നശേഷികളുടെ കുഞ്ഞുമക്കളെ കൊണ്ട് വന്ന അച്ചാച്ചൻ ആദരാഞ്ജലികൾ അർപ്പിച്ചൊരു ഓർമ്മ കൂടി ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ കാർമൽ പ്രവിശ്യയുടെ സാവിയോ ഭവനിൽ നിന്ന് സാവിയോയിൽ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ കുഞ്ഞുമക്കളെല്ലാവരും വന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എളിയ പ്രവർത്തന മേഖലകളിൽ നിന്ന് നിരവധി പേർ ഇന്ത്യയിലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമർപ്പിത സമൂഹത്തിൻ്റെ സംഘടിത സംവിധാനമായ ACRCയെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയ വൈദികർ, സമർപ്പിതർ എല്ലാവരെയും ഒറ്റവാക്കിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ്.
ഞങ്ങളുടെ സഹോദരങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി പേർ മുരിക്കാശ്ശേരി മെരിയൻ ഫുഡ് സെൻ്ററിൻ്റെ ചുമതല നിർവഹിക്കുന്ന പ്രിയപ്പെട്ട അനിയൻ റോബർട്ട് മർച്ചൻ്റ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തോട് ബന്ധപ്പെട്ട നിരവധി പേർ ഇവിടെ വീടുകളിൽ വരികയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ ഇളയ പെങ്ങളുടെ കുടുംബാംഗമായ കൊയ്ക്കാട്ടിൽ കുടുംബം മാത്യുസലിൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അനിയന്മാരായ റോബിൻ്റെയും ഗിൽബർട്ടിൻ്റെയും ജീവിത പങ്കാളികളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒപ്പം ഞങ്ങളുടെ കുടുംബത്തോട് അച്ചാച്ചനെ സ്നേഹിച്ച അച്ചാച്ചനോടൊപ്പം അച്ചാച്ചൻ കിളിയാറിലെ വോളിബോൾ താരമായി ഈ ചേട്ടൻ ഫസ്റ്റ് കോർട്ടിൽ കുത്തിയടിക്കും. ചേട്ടൻ ചാടുന്ന സമയത്ത് എതിർ കോർട്ടിലുള്ളവരെല്ലാം ഓടി രക്ഷപ്പെടുമായിരുന്നു. ആർക്കും ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നത്. അത്തരത്തിൽ അച്ചാച്ചനൊരു നാടിൻ്റെ കായിക വികാരത്തിൻ്റെ ആ കൂട്ടുകാരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കിളിയാറുകണ്ടം, പ്രകാശ്, മന്നാത്തറ തുടങ്ങിയ ഞങ്ങളുടെ ജീവിതം വ്യാപിച്ചു കിടന്ന പുതിയ തങ്കമണിയുടെ ജീവിതം വ്യാപിച്ചു കിടന്ന എല്ലാ ഇടങ്ങളിൽ നിന്നുമുള്ള അച്ഛനെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഒരു നല്ല വിശ്വാസി, ഒരു നല്ല സമൂഹജീവി, ഒരു നല്ല കുടുംബനാഥൻ, ഇങ്ങനെ എല്ലാ രീതിയിലും അച്ചാച്ചനോട് ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ എത്തി. അമ്മച്ചിയുടെ അങ്ങനെ ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവരും ഇവിടെ എത്തി. ഞങ്ങളുടെ സന്യാസ സഭകളുടെ ആ വലിയ ആശ്വാസം ഞങ്ങളുടെ കൂടെയുണ്ട്, പ്രാർത്ഥന കൂടെയുണ്ട്. അച്ചാച്ചൻ്റെ സ്വർഗയാത്രയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേരാൻ കഴിഞ്ഞതിൽ നന്ദി പറയുകയാണ്. ഒരു നല്ല കത്തോലിക്ക വിശ്വാസി സഭയോട് ചേർന്ന് നിന്ന് സഭയ്ക്ക് വേണ്ടി ജീവിച്ചാൽ സഭ നൽകുന്ന ഏറ്റവും ആദരാദരമായ ഔപചാരികമായ ഒരു യാത്രയിൽ ഇവിടെ സമാപിക്കുകയാണ്. കണ്ണഞ്ചിറ ഈപ്പച്ചൻ എന്ന പേര് ഇനി നമ്മുടെ മനസ്സിൽ ഈശോയെ സ്നേഹിക്കാനും സഭയെ സ്നേഹിക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു വലിയ വികാരമായി കഴിയട്ടെ. അച്ചാച്ചനെ സ്നേഹിച്ച എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ നന്ദി.